നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ ക്രൈസ്തവ സഭ യുഗാന്ത്യത്തിൽ എന്നുള്ള വിഷയമാണ് പുറകിൽ നമ്മൾ ചിന്തിച്ചു വരികയാണ് ഇസ്രായേലിനെ കുറിച്ച്. അത് പഠിച്ചെങ്കിൽ മാത്രമേ സഭയുടെ കാര്യം പഠിക്കുമ്പോൾ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. എന്താണ് നമ്മൾ ഇസ്രായേൽ സഭയുടെ ചരിത്രപരമായിട്ടും വിശേഷാൽ ആത്മീയമായിട്ടുള്ള 7 കാലങ്ങൾ ഇന്നലെ ചിന്തിച്ചു. 8ാമത്തെ കാലത്തിലേക്കാണ് കയറി നിൽക്കുന്നത്. 8, 9, 10 കാലങ്ങളാണ്. ഒന്നാമത്തത് ഒരിക്കൽ ഞാൻ 1 മിനിറ്റ് 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് വേഗം മുന്നോട്ട് വരാം. നമ്മൾ ആരംഭിച്ചത് യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് അവകാശമാക്കിയ ആദ്യത്തെ ആ 1ാം ഘട്ടം. വിശ്വാസവും ധൈര്യവും അനുസരണവും ഉണ്ടായിരുന്ന തലമുറ. അവിടെ ഈ സാത്താൻ കടന്നുകൂടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. 2ാമത് ന്യായാധിപന്മാരുടെ കാലഘട്ടം. വളരെ ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠകളുമായവരെ എഴുന്നേൽപ്പിച്ചെങ്കിലും അവരെയും വീഴിക്കുവാൻ സാത്താൻ തന്മയത്വത്തോടെ പ്രവർത്തിച്ചു. 3ാമത്തതാണ് വളരെ ദുഃഖകരമാണ്, ഇരുണ്ട കാലഘട്ടമാണ് രാജാക്കന്മാരുടെ കാലഘട്ടം. രാജ്യം തന്നെ 2ആയി തിരിഞ്ഞു മാറി. എല്ലാവിധ അനാത്മീകതകളും ജാതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഈ യഹൂദ സഭയിൽ കയറി വന്നു. രാജാക്കന്മാർ ദൈവഭക്തിയില്ലാത്തവരായി അന്യദൈവങ്ങളെ സേവിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി. 4ാമത് അതിന്റെ പരിണത ഫലമാണ് ദൈവദാസന്മാർ കൂടി വളരെയധികം മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അതിനെ അവഗണിക്കുക മാത്രമല്ല മുന്നറിയിപ്പ് കൊടുത്തവരെ വരെ ഇല്ലാതാക്കുകയും വകവരുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത പ്രവാചകന്മാരെ വരെ ഇല്ലാതാക്കി പ്രവാസത്തിലേക്ക് പോയ കാലഘട്ടം 4ാമത്തെ കാലഘട്ടം. അവിടെ വിജാതികളുടെ കീഴിൽ പോയി വാഗ്ദത്ത സന്തതികൾ എല്ലാവിധ കഷ്ടപ്പാടുകൾ സഹിച്ചത്. 5ാമത്തെ കാലഘട്ടമാണ് മടങ്ങി ഒരു വരവ് വന്നു. ആ മടങ്ങി വരവിലും യാതൊരു തരത്തിലുള്ള ആത്മീയ ഉണർവുണ്ടായാലും ഒരു വളരെ മൈനോറിറ്റി മാത്രം ദേവാലയ നിർമ്മാണത്തിലും ദേവാലയത്തിൽ ഇരുന്നുവെങ്കിലും ബഹുഭൂരിപക്ഷവും അനാത്മീയരെ വിശേഷിച്ച് ജനത്തെ വല്ലാത്ത വിധത്തിൽ മാർഗം തിരിക്കുന്ന ആ തീവ്ര ഭക്തി എന്ന് പറയുന്ന പരീശ മതവും സാധുക്യ മതവും തല ഉയർത്തുന്ന കാലം. 6ാമത്തെ കാലഘട്ടമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം. യേശു ദൈവ മശിഹായാണെന്ന് അറിഞ്ഞിരുന്നിട്ടും മശിഹായെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച് ശാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങി ആയ 6ാമത്തെ കാലഘട്ടം. 7ാമത്തെ കാലഘട്ടമാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ വാണ്ടറിംഗ് യു എന്ന പേര് മേടിച്ച ലോകം നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ചെതറിപ്പോയ യഹൂദന്മാർ. ഈ 7 കാലഘട്ടം നമ്മൾ ചിന്തിച്ചു. ഇവിടെ എല്ലാ സാത്താന്റെ അറ്റാക്ക് അവരിൽ ധാരാളമായിട്ടുണ്ട്. 8ാമത്തെ കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 1948 ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് മാറി. 3000 വർഷത്തെ ചരിത്രമുണ്ടെങ്കിലും ഈ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേൽ ആയിട്ട് ഏതാണ്ട് 77 വർഷമേ ഉള്ളൂ. 3/4 നൂറ്റാണ്ട്. ഈ 3/4 നൂറ്റാണ്ട് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. ലോകത്തിൽ ഒരു രാജ്യവും നേരിട്ടിട്ടില്ലാത്ത അറ്റാക്കാണ്. 7 മഹായുദ്ധങ്ങളാണ് നടത്തിയത്. ഒരു രാജ്യത്തിനും ആ സ്ഥിതി ഉണ്ടായിട്ടില്ല. ഓരോ 10 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ തുടരെ 7 മഹായുദ്ധം. ചുറ്റുപാടും കിടക്കുന്ന 23 ശത്രു രാജ്യങ്ങളോട് പറവരുതി. ഇന്നും ആ യുദ്ധം ഇപ്പോഴും വെടിപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 കാരണമാണ്. 1, ദാനിയേൽ പ്രവചനം 9:26 പറയുന്നു അവസാനത്തോളം യുദ്ധങ്ങൾ ഉണ്ടാവും. 2, ഇവരുടെ പേരെന്നതാ? ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവമക്കൾക്കറിയാം. ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചെന്നല്ല, മല്ല് പിടിച്ച് ജയിച്ചവൻ. അപ്പോൾ ഇവൻ എപ്പോഴും യുദ്ധമാണ്. മല്ല് പിടിച്ച് ജയിച്ചവനെന്നാ. അതുകൊണ്ട് അവർ തകരാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധവും ഈ ക്ലാസ്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഒത്തിരി വിവരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ 8ാമത്തെ ഇസ്രായേലിന്റെ ഈ ഘട്ടം എന്താന്ന് ചോദിച്ചാൽ വചനം നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ നമ്മൾ അതിന്റെ രാഷ്ട്രീയ വശത്തിലേക്കല്ല കയറുന്നത്, അതിന്റെ ആത്മീയ വശത്തിലേക്ക് കയറിയാൽ ഈ 8ാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം 9ാമത്തെ ഘട്ടത്തിൽ പ്രവേശിക്കുന്നതിന്റെ കുതിപ്പാണ്. 9ാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകത വചനപ്രകാരമുള്ള ദൈവസഭ ഈ ഭൂമിയിൽ കാണത്തില്ല. ഈ 8ാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്നു. കർത്താവ് പറഞ്ഞു അന്ത്യകാല ലക്ഷണത്തിൽ 21 ലക്ഷണങ്ങൾ പറഞ്ഞതിൽ പ്രധാനമായിട്ട് പടിയൊരയിട്ട് പറഞ്ഞു അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിച്ചുകൊള്ളാൻ. അതുപ്രകാരം തന്നെ അത്തി തളർത്തു. 948 തളർത്തു. നോക്കിക്കോണം. ഇപ്പോൾ ഈ യുദ്ധം 7 യുദ്ധങ്ങൾ നടക്കുന്നു. ഇത് 7ാമത്തെ യുദ്ധമാണ് പ്രധാനപ്പെട്ടത്. 6 യുദ്ധങ്ങൾ നടന്നു. 7ാമത്തെ യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാര്യവും നമ്മൾ ചിന്തിക്കുന്നത് അനുചിതമായി. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ അതിന്റെ ആത്മീയ വശമാണ് ചിന്തിക്കുന്നത്. 1ാമത്തെ കാര്യം, ഈ യുദ്ധം ഇസ്രായേലിന് 9ാമത്തെ ആ ഏറ്റവും കാഠിന്യമേറിയ വ്യവസ്ഥയിലേക്ക് കയറുന്നതിനുള്ള ഒരുക്കമാണ്.
രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധം നോക്കിക്കോ, പ്രധാനമായിട്ട് നമുക്കറിയാം ഇറാനാണല്ലോ ഒരു ഭാഗത്തെ. ഇറാനും തോൽക്കത്തില്ല, ഇറാൻ 0 എന്നും ആകത്തില്ല. ഇറാൻ വേറൊരു പക്ഷത്തിലേക്ക് ചേരുന്നതിന്റെ അടയാളമാ. അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ ഞാനത് വിശദമാക്കാം. രണ്ടാമത്തെ കാരണം അതാ. ഇറാൻ എന്ന് പറയുന്നത് മഹോപദ്രവത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ സോവിയറ്റ് റഷ്യയുടെ പക്കം ചേരത്തക്കവണ്ണുള്ളതായ ഒരു വഴിയൊരുക്കമാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്നാന്ന് ചോദിച്ചെന്നാൽ നമ്മുടെ റാപ്ചർ അടുത്തിരിക്കുന്നെന്ന്. മൂന്നാമത്തെ അതിപ്രധാനമായ ഒരു കാര്യം, തിരുവചനത്തിൽ ഒരു നിർണയമുണ്ട്. ഇസ്രയേൽ ഒരിക്കൽ കൂടി സ്കാറ്റേർഡ് ആകണം, ചെതറണം. വെളിപ്പാട് 12:14 അത് കാണാം. സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് പോകേണ്ടതിന് കഴുകന്റെ 2 ചിറകിലെ വെച്ചു. പലസ്തീന് തെക്കുള്ള അറബികളുടെ നാട്ടിലേക്ക് ഈ ഇസ്രയേൽ പോണം. അവിടെ വാക്യം വായിച്ചാൽ കാണാം, അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലോ 2 കാലോ അരുക്കാലോ പോറ്റി സംരക്ഷിച്ചു. 3.5 വർഷക്കാലം അവളെ പ്രൊട്ടക്ട് ചെയ്തു. നമ്മൾ അടുത്ത ചിന്തിക്കുമ്പോൾ അത് വരും. എങ്കിലും പറയുകയാണ്, മൂന്നാമത്തെ കാരണം, അങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ പ്രൊട്ടക്ടർക്ക് ശകലം പവർ വേണം. എൻ്റെ വീട്ടിൽ ഞാൻ 10 പേരെ കയറ്റി അവർക്ക് സംരക്ഷണം കൊടുക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ അല്പം ബലവത്താകണം, അല്ലാതെ നടക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഒരല്പം ബലമില്ലെങ്കിൽ എനിക്ക് 10 പേരെ സംരക്ഷിക്കാനൊക്കത്തില്ല. വേണ്ട, എൻ്റെ വീട്ടിൽ ഒരു 25 പേർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്കോപ്പ് എൻ്റെ കാണണം. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരും നമുക്കൊരു 50 പേർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ആസ്തി നമുക്ക് കാണണം. അപ്പോൾ ഇസ്രയേലിനെ എതിർ ക്രിസ്തുവിനോടകലെ പോറ്റി സംരക്ഷിക്കുന്ന രാജ്യങ്ങൾ മരുഭൂമിക്ക് തെക്കുള്ള ഇന്നത്തെ ഈജിപ്റ്റ് മുതൽ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ വരെയുള്ള രാജ്യങ്ങളാണെന്ന് യെശയ്യാവ് 11 പറയുന്നുണ്ട്. നമ്മൾ പിന്നീട് ചിന്തിക്കും. ആ രാജ്യങ്ങളിൽ അവരെ സംരക്ഷിക്കണമെങ്കിൽ അവരുടെ സ്ഥിതി ബെറ്റർ ആകണം. ഇന്ന് ഈ രാജ്യങ്ങൾ നമുക്കറിയാം, അവർ മുഴുവൻ ഈ അറബ് രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവരുടെ മുഖ്യ സ്രോതസ്സായ ഓയിലിന്റെ ബിസിനസ്സിലാണ് അവർ പണം ഉണ്ടാക്കുന്നത്. അവരുടെ മുഖ്യ ശ്രദ്ധ മുഴുവൻ ഓയിൽ സംരക്ഷണമാണ്. അപ്പോൾ അവരെ പരിരക്ഷിക്കാനായിട്ടാണ് അവർ അമേരിക്കൻ താവളങ്ങൾ അവരുടെ എല്ലാം ഉണ്ട്. അപ്പൊ അമേരിക്കയുടെ സംരക്ഷണയിൽ ഇന്ന് നിൽക്കുന്നു. എന്നാൽ ഈ യുദ്ധം കഴിയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കണ്ടോ, അവർക്കൊരു ബോധ്യം വരും, അവർ സ്വയം പര്യാപ്തമാകണം. ഇതുകൊണ്ട് അവർ പഠിക്കുന്ന ഒരു പാഠമാണ് സ്വയം പര്യാപ്തമാകണം. അങ്ങനെ അവർ സ്വയം പര്യാപ്തമാകത്തക്കവണ്ണം ഈ യുദ്ധം അവരുടെ കണ്ണൊന്നുകൂടെ പ്രകാശിപ്പിക്കും. ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, നമുക്കും വേണം സ്ട്രോങ് പവർ എന്ന് പറഞ്ഞ്. മൂന്നാമത്തെ കാര്യം, അവർ ഒന്ന് സ്ട്രോങ് ആകണം. എങ്കിൽ മാത്രമേ സർപ്പത്തോടകലെ, സർപ്പത്തിന് ഇഷ്ടമില്ല, എന്നാൽ സർപ്പത്തോട് എതിർത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിപ്പിക്കണം. നാലാമത്തെ കാര്യം, വീണ്ടും 9ാമത്തെ സംഭവത്തിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇപ്പുറത്തൊരു നാറ്റോ സഖ്യം ശക്തിയായിട്ട് വരാൻ പാടില്ല. നാറ്റോ സഖ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രിനിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പാശ്ചാത്യ ശക്തികളാണല്ലോ നാറ്റോ സഖ്യം. ആ സഖ്യത്തിന് ബലക്ഷയം വന്നെങ്കിൽ മാത്രമേ സോവിയറ്റ് റഷ്യക്ക് ധൈര്യത്തോടെ കയറാനൊക്കത്തുള്ളൂ. ഈ യുദ്ധത്തിൽ നോക്കിക്കേ, ഇപ്പോൾ തന്നെ നാറ്റോ സഖ്യത്തെക്കുറിച്ച് തന്നെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. മുഖ്യമായി അമേരിക്ക നാറ്റോ സഖ്യത്തെ കഴിഞ്ഞ ദിവസം ശക്തമായിട്ട് വിമർശിച്ചു. ഞങ്ങൾ ഇത്രയും എല്ലാം വാരിക്കോരി നിങ്ങളെ സഹായിച്ചിട്ടും ഈ സമയത്ത് നിങ്ങൾ ന്യൂട്രൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുത്ത അതിന്റെ അർത്ഥം നാറ്റോ സഖ്യം ദുർബലമാകും. ഈ 4 കാരണങ്ങളാലായിരിക്കാം ഇപ്പോൾ നടക്കുന്ന യുദ്ധം. അതിന്റെ ജയപരാജയങ്ങളല്ല, ഇറാനും ഇല്ലാതാകത്തില്ല, ഇസ്രയേലും ഇല്ലാതാകത്തില്ല. ഈ യുദ്ധം ഈ സിസ്റ്റത്തിൽ നോക്കിക്കേ, അവരെല്ലാ വിധത്തിലും പുരോഗമിച്ചു. എന്നാൽ അവർ ഈ യുദ്ധം ഇങ്ങനെ മുറുകി നിൽക്കുകയാണ്. ഈ 8ാമത്തെ സിസ്റ്റം, ഈ 8ാമത്തെ സിസ്റ്റത്തിലാണ് ഈ യുദ്ധം മുറുകുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇത് 9ാമത്തെ സിസ്റ്റത്തിലേക്ക് ഇസ്രായേൽ കയറുന്നതിന്റെ മുന്നറിയിപ്പാ. ദൈവമക്കളാകുന്ന നമ്മൾ എടുക്കപ്പെടേണ്ട മുന്നറിയിപ്പാ. കുഞ്ഞ് ലിൻസി പാടിയതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ അടയാളമായി ഇതെല്ലാം. അതിന്റെ ആണ്ടും മാസവും തീയതിയും മാത്രം കൂട്ടിക്കുറിക്കുവാൻ പാടില്ല. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തതുകൊണ്ട് നിവർന്ന തല ഉയർത്തുകൊള്ളുകയും. ഇനിയും നമുക്ക് ഇസ്രായേലിന്റെ 9ാമത്തെ സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഇസ്രായേലിന്റെ 9ാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത്, അവരെ ഈ ലോകത്തിലെ ഏറ്റവും മിടുക്കരവര്. പക്ഷെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു? എല്ലാ വിധത്തിലും ഒരു മിടുമിടുക്കര, എല്ലാ വിധത്തിലും ഒരു മിടുക്കര. ഇത്രയും ബുദ്ധിയുള്ളവരും ഇത്രയും ധീരന്മാരും ഇത്രയും ചുറിയൂറുക്കുള്ളവരും ആരുമില്ല ലോകത്തിൽ. എന്നാൽ
വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. റോമർക്കെഴുതിയ ലേഖനം പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന അക്ഷരം പ്രതി ശരിയാ. റോമാലേഖനം 11:8 അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നമുക്കറിയാം ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യങ്ങളാ. ആ 11:8 വായിക്കാം മേരിക്കുട്ടി സിസ്റ്ററെ. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്താ നോക്കണം? കാണാത്ത കണ്ണുണ്ട്, കാണുന്നില്ല. ചെവിയുണ്ട്, കേൾക്കുന്നില്ല. ഇത് അവർക്കും നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. ഇത് നമ്മളോട് പറയുന്നതാ. നമുക്കൊരു മുന്നറിയിപ്പാ. ദൈവം നമുക്ക് കാണിച്ചു തരിക. ദൈവം അവർക്ക്, ഇനി യെശയ്യാവ് 29:10 വായിച്ചാൽ യെശയ്യാവ് അവരോട് നേരിട്ട് പറയുന്നുണ്ട്. യെശയ്യാവ് 29:10 ദൈവം അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവി. ഒന്ന് വായിച്ച എന്താണ്? യഹോവ ഗാഠനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കും. കാരണം ഇന്നത്തെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഇൻകം ടൂറിസമാണ്. നമുക്കറിയാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവിടെ ടൂറിസത്തിന് പോകുന്ന 95% ക്രിസ്ത്യൻസാ. 5% ക്രിസ്ത്യൻസ് അല്ലാത്തവരും അല്ലെങ്കിൽ ഇസ്ലാം മതക്കാരും പോകും, അറബികളും. ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻസാ പോകുന്നത്. അവരുടെ ഏറ്റവും നല്ല വരുമാന സ്രോതസ്സാണ് ടൂറിസം. ഇതിനകത്ത് എന്റെ പ്രഭാഷണം കേൾക്കുന്ന പലരും അവിടെ പോയിട്ടില്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗവൺമെന്റ് അറേഞ്ച്ഡ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സെമി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ടൂറിസ്റ്റുകളെ വളരെ ഹാർദവമായി സ്വീകരിക്കുന്നു. സ്റ്റാർ ഹോട്ടലിൽ ഫെസിലിറ്റി കൊടുക്കുന്നു. വളരെ മനോഹരമായ വാഹനങ്ങളിൽ കൊണ്ടുപോയി എവിടെ മുതലാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖായ നസറേത്ത് എന്ന ഗ്രാമത്തിൽ മറിയത്തിന് കൊടുത്ത ആ പ്രവചനം അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് മുതൽ ഒലിവുമലയിൽ നിന്നും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന സ്ഥലം വരെ കൊണ്ട് നടന്ന് കാണിച്ച് ടൂറിസ്റ്റുകളെ ത്രില്ലാക്കുന്നവർ, വളരെ മനോഹരമായി സുവിശേഷത്തിലെ ഓരോ പോയിന്റും പറഞ്ഞ് നല്ല ബെസ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആ കന്യകമറിയാമന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട നസറേത്ത് മുതൽ ഇങ്ങ് ഒലിവുമലയിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത സ്ഥലം വരെയുള്ള കാര്യങ്ങൾ വളരെ സരസമായി വിശദീകരിച്ച് ചെല്ലുന്ന ടൂറിസ്റ്റുകളെ ത്രില്ലാക്കി അവർ കാശ് മേടിക്കും. അതിനകത്ത് നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആ മഷിക, അത് മാത്രം കാണാനുള്ള കണ്ണുമില്ല, കേൾക്കാനുള്ള ചെവിയുമില്ല. സഭയെടുക്കപ്പെടുന്നു. സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ലോകത്തിന്റെ ഭരണാധികാരിയായി നമുക്കറിയാം. ആൻഡ്രൂസ് പാസ്റ്റർ ഒക്കെ ക്ലാസ് എടുക്കുന്നില്ലേ? ഞാൻ തന്നെ പല പ്രാവശ്യം എടുത്തിട്ടില്ലേ? എതിർ ക്രിസ്തു ലോക ഭരണകർത്താവായി രംഗപ്രവേശനം ചെയ്യുന്നു. സാത്താന്യ തൃത്വങ്ങൾ, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. സാത്താൻ നമ്പർ 1. ലോകത്തിൽ ട്രിബുല്യൂഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നതിന് മുൻപുള്ള റാപ്ചർ, അത് നമ്മൾ പല പ്രാവശ്യം ഇവിടെ ചിന്തിച്ചതാ. ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വലിയൊരു ആക്സിഡന്റ് ആണല്ലോ. കർത്താവിന്റെ വരവിൽ ദൈവമക്കൾ എടുക്കപ്പെടുന്ന അതിശക്തമായ ചുഴലിക്കാറ്റ്. യെരമ്യാവ് 25:31 പറഞ്ഞിരിക്കുന്ന, ഇന്നത്തെ ശാസ്ത്രം പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന അതിശക്തമായ ചുഴലിക്കാറ്റ് ചുഴറ്റി അടിച്ച് ഈ ലോകത്തെ താറുമാറാക്കുമ്പോൾ ഏലിയാവ് എടുക്കപ്പെട്ടതുപോലെ അഭിഷേകമുള്ള ദൈവമക്കൾ കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും. അതിന്റെ ആഘാതം താങ്ങുവാൻ ഈ ലോകത്തിന്റെ സർഫേസിന് സാധിക്കത്തില്ല. സകലതും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ക്ലൗഡ് സ്റ്റോറേജ് എന്നും പറഞ്ഞ ആധുനിക ശാസ്ത്രം കൊണ്ട് മേളിൽ കൊണ്ട് വെച്ചിരിക്കുന്നതെല്ലാം നിലം പൊത്തും. ഇവിടുത്തെ ഡാറ്റകളെല്ലാം സീറോയാവും. എല്ലാം തീർന്ന തരിപ്പണമായ ഒരു തരിശു ഭൂമി പോലെ കിടക്കുന്ന ഭൂമിയിലേക്ക് ആരോരുമില്ലാതെ ആർക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാൻ സാധിക്കാതിരിക്കുമ്പോൾ തക്ക സമയത്ത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഭൂമിയെ ഇന്ന് ഈ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവും മാറിക്കഴിയുമ്പോൾ ഒരു വിത്തൗട്ട് ഭൂമി വരുമ്പോൾ ദൈവിക നിർണയപ്രകാരം സാത്താൻ ഇത് കൊടുക്കുന്നത് ഇവിടിട്ട് അവനെ തീർക്കാനാ. ഭൂമിയിലാണല്ലോ മനുഷ്യനെ ഈ പ്രലോഭിപ്പിച്ച് പാപത്തിൽ വീഴ്ചവനെ അവനെ ഈ ഭൂമിയിൽ വെച്ചാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്, നമുക്കറിയാം. അതിനുവേണ്ടി അവൻ ഈ ഭൂമി വരുമ്പോൾ അവനും സ്വർഗത്തിലെ ദൈവിക തൃത്വം, പിതാവേ, പുത്രൻ, പരിശുദ്ധാത്മാവും. പിതാവിൽ നിന്നും പുറപ്പെടുന്നു പുത്രൻ, പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു, ത്രിത്വം. ഇതുപോലെ സാത്താനിൽ നിന്നും വേറെ 2 ശക്തികൾ വരുന്നു, മൃഗം, കള്ളപ്രവാചകൻ. അതിൽ സാത്താൻ നമ്പർ 1. അവൻ
വെളിപ്പാട് പുസ്തകം 18 പറയുന്നിരിക്കുന്ന ട്രൈഡ് ബാബിലോൺ അഥവാ ഇന്നത്തെ ഇറാഖിലെ ബാബിലോൺ പട്ടണം നിർമ്മിക്കാനുള്ള പദ്ധതികളെല്ലാമായി ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ. അവിടെ തന്റെ ഓഫീസ് സ്ഥാപിച്ച് ലോകത്തിലെ ജനതയോട് ഉടമ്പടി ചെയ്യും. ദാനിയേൽ പ്രവചനം 9:27 പറയുന്നു, ഒരാഴ്ച വട്ടത്തേക്ക് അവൻ പലരോടും നിയമം കഠിനമാക്കുന്നു. മലയാളത്തിൽ ഹി വിൽ മേക്ക് എ സ്ട്രോങ് കവനന്റ് വിത്ത് മെനി ഫോർ എ വീക്ക്. പ്രവചനപ്രകാരം ഒരാഴ്ച എന്ന് പറയുന്ന 7 വർഷത്തിലേക്ക് പലരോടും ശക്തമായ ഉടമ്പടി ചെയ്യുന്നതിൽ ഒന്നാമത്തെ ഉടമ്പടി ലോകജനതയോട് ഉടമ്പടി. താറുമാറായ എക്കണോമി, താറുമാറായ ലിവിംഗ് സിസ്റ്റം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്യുന്നു. രണ്ടാമത്തെ ഉടമ്പടി ദുഃഖത്തോടെ പറയാം, സാത്താന്റെ നിന്നും പുറപ്പെടുന്ന 2ാം ഭാഗമാകുന്ന കള്ളപ്രവാചകൻ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയോടെ ഉടമ്പടി ചെയ്യും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണ്, മതമാണ് ക്രൈസ്തവ സഭ. 45% മേളിലുണ്ട്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മേളിലോട്ട് പോകത്തുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ. രക്ഷ സൗജന്യമാ, പക്ഷെ നിത്യത സൗജന്യമല്ല. രക്ഷ സൗജന്യമാണെങ്കിലും നിത്യതയ്ക്കായി പ്രവർത്തിച്ച് ജീവിക്കുന്നവർ മാത്രം എടുക്കപ്പെടും. ബാക്കി കൈവിടപ്പെടുന്ന ഒരു വലിയ ക്രൈസ്തവ വിഭാഗമുണ്ടാകും. അവരെ എതിർ ക്രിസ്തു ഉടമ്പടി ചെയ്യും. കള്ളപ്രവാചകൻ ഉടമ്പടി ചെയ്യും. അവന്റെ ഓഫീസ്, സാത്താന്റെ ഓഫീസ് ഇറാഖിലാണെങ്കിൽ അവന്റെ ഈ കള്ളപ്രവാചകന്റെ ഓഫീസ് വെളിപ്പാട് 17:9 പറയുന്നു, സ്ത്രീ ഇരിക്കുന്നത് 7 മലയാകുന്നു. സ്ത്രീ ആരാ? കൈവിടപ്പെട്ടു പോയ ആ സഭ. അത് ഒരു പ്രത്യേക പർട്ടിക്കുലർ സഭയല്ല. അങ്ങനെ ധരിച്ചിരിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനല്ല. കർത്താവിന്റെ വരവിൽ ആരെല്ലാം കൈവിടപ്പെട്ടു പോകുന്നോ അവരൊരു ഏക സഭയാവും. അതിനാണ് ഇന്ന് ഏകലോക സഭയൊക്കെ വരുന്നത്. അല്ലാതെ പലരും പറയും കത്തോലിക്ക സഭ. അങ്ങനല്ല. കർത്താവിന്റെ വരവിൽ പെന്തിക്കോസുകാരൻ പോയിട്ടുണ്ടെങ്കിൽ അവനും അതിനകത്തുണ്ട്. അല്ലാതെ അവന് വേറൊന്നുമില്ല. എല്ലാം ഒന്നാകും. ആ സഭയെ നിയന്ത്രിക്കുന്നത് 7 മലമേൽ പണിത പട്ടണം. ലോകത്തിൽ ഒറ്റ പട്ടണമേ ഉള്ളൂ, റോം. 7 മല. നമ്മളിത് ചിന്തിച്ചിട്ടുള്ളത് ആൻഡ്രൂസ് പാസ്റ്റർക്ക് ഇതറിയാം. അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കാപ്പി. അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കാഫി. 7 ലാറ്റിൻ പേരുകളാ. അവിടെ ഓഫീസിട്ട് ക്രൈസ്തവ സഭയെ ഉടമ്പടി തിരിച്ചു പറയും, പരിപാടിയല്ല, ഞാൻ ഒപ്പിച്ചു തരാം, നമുക്ക് ദൈവത്തെ നേരിട്ട് കണ്ട് ആരാധിക്കാം. ഇതുവരെ നിങ്ങൾ കണ്ടില്ലേ, പുതിയ സിസ്റ്റത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടും, മനുഷ്യനെ വശീകരിക്കും. മുൻകൂറായിട്ട് പറയും, പുതിയ സിസ്റ്റത്തിൽ ടെക്നോളജിയിൽ ദൈവം പ്രത്യക്ഷപ്പെടും. അതിന്റെ മുന്നോടിയായി ഇനി ആൾ ദൈവങ്ങളെ കേരളം മുതൽ അമേരിക്ക വരെ കയറി നിൽക്കുന്നത്. അതിന്റെ മുന്നോടിയാ. മൂന്നാമത്തതാണ് നമ്മുടെ വിഷയം. എതിർ ക്രിസ്തുവിനറിയാം അവന്റെ ഭരണം സുഗമമാകണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധീരന്മാരും വീരന്മാരും ശൂരന്മാരുമായ യഹൂദനെ കയ്യിലെടുക്കണം. യഹൂദന്റെ 9ാമത്തെ സിസ്റ്റം അതാ. 8ാമത്തെ സിസ്റ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 9ാമത്തെ സിസ്റ്റം യഹൂദനെ കയ്യിലെടുക്കും. യഹൂദനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നറിയും. കാരണം അവനെ പോലെ ബുദ്ധിയുള്ളവൻ ആരുമില്ല, അവനെ പോലെ ധീരൻ ആരുമില്ല. അത് തന്നെയല്ല, അവന്റെ ശരിക്കുള്ള വസ്തുക്കൾ ഇരിപ്പുണ്ട്. അവന്റെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള സകല സംവിധാനങ്ങളും ഉണ്ട്. അതാ നോക്കിക്കാൻ അവ തെളിയിച്ചില്ലേ കഴിഞ്ഞ യുദ്ധത്തിലൊക്കെ. ഈ കഴിഞ്ഞ യുദ്ധം നമ്മൾ കണ്ടില്ലേ, വാർത്ത കേട്ടോ. 1400ഓളം ഇറാൻ പട്ടാളക്കാർ മരിച്ചപ്പം ഇസ്രയേലി മരിച്ചത് 14 പേരാ. 2 പേര് യുദ്ധം അടിച്ചപ്പോ ഇവരുടെ ആ സിസ്റ്റം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇറാനും സൈഡല്ല, ഇസ്രയേലിനും സൈഡല്ല, നിഷ്പക്ഷമായിട്ട് പറയുക. അപ്പൊ അവന്റെ കോഷ്യസ്നെസ് എത്ര ഭയങ്കരമാണെന്നറിയാമോ? വളരെ കോഷ്യസ്. അവനെ നമുക്കായി ഭയമല്ല. എന്റെ ചർച്ചിൽ ഒരു സഹോദരി അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ. ആ കൊച്ചു പറഞ്ഞു, അവിടെ ഒരു പ്രത്യേകതയില്ല, എല്ലാ വീടിന്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി നിയമം ആ ബങ്കർ. ബങ്കർ ഇല്ലെങ്കിൽ വീടിന് പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കത്തില്ല. ബങ്കർ എന്ന് പറഞ്ഞാൽ വെറുതെ തട്ടിക്കൂട്ടാനോ നോക്കത്തില്ല. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പ്രിക്കോഷൻ അനുസരിച്ച് കോൺക്രീറ്റ് ചെയ്ത് ബോംബിങ് വരാത്ത വിധത്തിലുള്ള ബങ്കർ വീടുകളുടെ എല്ലാ അടിയിലുണ്ട്. അത് അവരങ്ങോട്ട് കയറിയിരിക്കും, സൈറൻ മുഴങ്ങും, കയറിയിരിക്കും. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, തിരിച്ചിറങ്ങും. അപ്പൊ ഇത്ര വീരന്മാരായിട്ടുള്ള ഇസ്രയേലിനെ കയ്യിലെടുക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല എന്നും പറഞ്ഞ് അവൻ ഇസ്രയേലിനെ കയ്യിലെടുക്കും. ഒരു പ്രവചനം നിവർത്തിക്കാൻ പോവുകയാണ്. അവൻ എതിർ ക്രിസ്തു കൗശലക്കാരനാ. അവനറിയാം ഇസ്രയേലിന് വേറെ പണം വേണ്ട. മാത്രമല്ല അവരുടെ സിസ്റ്റം കണ്ടു, അവർക്ക് വേറെ രാജ്യമൊന്നും വേണ്ട. അവർക്ക് അവരുടെ പിതാക്കന്മാർ കൊടുത്ത രാജ്യം മതി. രാജ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ പിതാവായ
ദൈവം അവരുടെ പിതാവായ അബ്രഹാമിന് കൊടുത്ത ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ സ്ഥലമല്ലാതെ 1 ഇഞ്ച് സ്ഥലം അവർക്ക് വേണ്ട. അപ്പൊ അവർക്ക് സ്ഥലമൊന്നും വേണ്ട, ആരുടെയും പണവും വേണ്ട. കാരണം അവര് അധ്വാനിക്കാൻ, പണം സമ്പാദിക്കാൻ മിടുമിടുക്കരാ, ബുദ്ധിമാന്മാരാ. അപ്പോൾ ഇവനാരാ? ഇവൻ കൗശലക്കാരനാ. ഇവനൊരു കാര്യം മനസ്സിലാകും, ഈ ഇസ്രായേൽ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാ പരിപാടി കയ്യിലുണ്ടെങ്കിലും ഇവർക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്. നമ്മുടെ ചിലർക്കുണ്ടല്ലോ ചർച്ച് സ്പിരിറ്റ്. ആ സ്പിരിറ്റ് ഇവനേന്ന് കിട്ടിയതാ. അതിന് പറയുന്ന ആലയ സ്പിരിറ്റ്. 69-ാമത്തെ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട്, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ടെമ്പിൾ സ്പിരിറ്റ്. നമുക്ക് ചിലർക്ക് ഇവിടെയില്ല, വേറെ പലയിടത്തും ഉണ്ട്. അവർക്ക് കർത്താവിനേക്കാൾ ചർച്ച് സ്പിരിറ്റാ. അത് അവിടുന്ന് കിട്ടി, അതിന്റെ വാങ്ങലായത്. അപ്പോൾ ഈ ടെമ്പിൾ സ്പിരിറ്റ് ഉള്ളവരാണ് ഇവരെ. ഇവനിതറിയാം. അവൻ പറയും പരിപാടിയുണ്ട്. അപ്പൊ നോക്കിക്കോണം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഉടമ്പടിയിലേക്ക് വരണമെങ്കിൽ ഒരു ക്ഷീണം സംഭവിക്കണം, അല്ലാതെ ആരും എഗ്രിമെന്റിന് വെക്കത്തില്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധം തന്നെ ഒരു ഉടമ്പടിയിൽ വരണമെങ്കിൽ കക്ഷികളെല്ലാം ക്ഷീണിക്കണം. US-ഉം ക്ഷീണിക്കണം, ഇറാനും ക്ഷീണിക്കണം, ഇസ്രായേലും ക്ഷീണിക്കാതെ ആരും ഉടമ്പടിക്ക് വരത്തില്ല. ജയിച്ചവൻ ഉടമ്പടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാവരും ക്ഷീണിക്കണം. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം ശരിക്ക് ഇസ്രായേൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കൊച്ചു രാജ്യത്ത് നിന്ന് അയക്കുന്ന സാധനം ഇത് ചെലവെന്ന ചെറിയ കാര്യമാണോ? ബില്യൺസ് ഓഫ് ഡോളറാണ് ഓരോന്നിനും വേണ്ടിയത്. അപ്പോൾ ഇവരുടെ സമ്പദ്ഘടന പോകുന്നു, ഇവരുടെ എല്ലാ സ്രോതസ്സുകളും കുറയുന്നു. അങ്ങനെ ഇവർ ക്ഷീണിച്ചിരിക്കുന്ന സമയം ഒന്ന്. രണ്ടാമത് ഇവൻ ബുദ്ധിമാനാ. അവൻ പറയും, ഒരു കാര്യം ചെയ്യ്, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ചിരകാല അഭിലാഷം ഞാൻ സാധിച്ചു തരാം. നിങ്ങളുടെ ആഗ്രഹമല്ലേ നിങ്ങളുടെ ദേവാലയം? 2000-ൽ പരം വർഷമായി ലോകത്തിൽ ആര് വിചാരിച്ചിട്ടും ഇതുവരെ ഒരു ആരാധനാലയം അവർക്ക് ദേവാലയം നിർമ്മിക്കുവാൻ സാധിച്ചിട്ടില്ലല്ലോ. ഇത് നമുക്കറിയാം. ഇവിടേക്ക് ദൈവദാസന്മാരെ AM വർഗീസ് പാസ്റ്ററൊക്കെ ഇത് പ്രസംഗിക്കുന്ന, ബേബി ദാനിയൽ പാസ്റ്ററൊക്കെ. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയല്ല, എങ്കിൽ ഇതിനോട് കണക്റ്റഡ് ആക്കി പറയുക. ഇത്രയും ശക്തമായ അമേരിക്ക വിചാരിച്ചിട്ട് പോലും ഒരു ദേവാലയം നിർമ്മിച്ചു കൊടുക്കാൻ ഒക്കുന്നില്ല. 95 ഇംപ്ലിമെന്റ്സ് വേണം ദേവാലയത്തിന്. അതിൽ 95 അവർ തയ്യാറാക്കി വെച്ചിരിക്കുക. ലേവ്യ ഗോത്രക്കാരെ DNA ടെസ്റ്റിൽ കണ്ടുപിടിച്ച് യാഗം നടത്താൻ റെഡിയാക്കി വെച്ചിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ ചരിത്രം പഠിച്ചവർക്കറിയാം, അവിടെ നടന്ന സംഘടന സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല, ഇസ്ലാം ഈ അറബികളുടെ ഒരു ദേവാലയം അവിടെ ഉണ്ട്, ഡോം ഓഫ് ആർക്ക്. അതിനിട്ടാണ് അവർ പിടിച്ചുകൊണ്ടിരുന്നത്. ആ ഡോം ഓഫ് ആർക്ക് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ അവസാന അറബി നഷ്ടപ്പെട്ട ഈ ജീവിക്കുന്നവരെ തരത്തില്ലെന്ന് മറുഭാഗവും പിടിച്ചിങ്ങനെ സംഘർഷം മൂത്തു. എത്ര സെറ്റിൽമെന്റിനെ നോക്കി. ഒടുവിൽ ഇസ്രായേലിലെ ജിയോളജിക്കൽ വിദഗ്ധർ ശരിക്കും ഒരു റിസർച്ച് നടത്തിയപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇന്ന് ഡോം ഓഫ് ആർക്ക് ഇരിക്കുന്ന സ്ഥലമല്ല ദേവാലയം ഇരുന്നത്, ശലോമോന്റെ ദേവാലയം. അതിന്റെ തെക്കു ഭാഗത്തെ ഈ അലക്സ എന്ന് പറഞ്ഞൊരു ദേവാലയം ഉണ്ട് മുസ്ലിമിന്റെ, അത് പടച്ചിട്ടിരിക്കുക. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്, നിങ്ങൾ പോയവർക്കറിയാം, അവിടുത്തെ വിലാപ മതിലും മോർണിംഗ് വാൾ, അതിന്റെ സമീപത്തായിരുന്നു ദേവാലയം. തെളിവ് കിട്ടി. അവരത് ജിയോളജിക്കൽ സർവേ നടത്തിയപ്പോൾ കുഴിച്ചെടുത്തപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ കല്ല് 10 ടൺ. ഒരു കല്ലിന് 10 ടൺ വെയിറ്റ് ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ എടുത്തത്. ആ ടണ്ണ് പരിശോധിച്ചപ്പോൾ 3000 വർഷത്തെ പഴക്കവുമുണ്ട്. അതിൽ പല കല്ലുകളിലും എബ്രായ ഭാഷയിൽ ഹോളി 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 എന്ന് എഴുതിയിരുന്നു. ആ കല്ലുകൾ അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്കറിയാം, ഈ അലക്സ എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തിരിക്കുന്ന ആ സ്ഥലമാണ് ദേവാലയം ഇരുന്നത്. യേശു ക്രിസ്തു പറയും, നമുക്കൊരു സെറ്റിൽമെന്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. വചനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം പറയുമ്പോൾ നിങ്ങൾ ഓർക്ക് ഞാൻ സ്വയം പറയുക എന്നല്ല. ഇതിന്റെ എല്ലാ ഒടുവിൽ സെറ്റിൽമെന്റ് വരാൻ പോകുന്നു. ജെറുസലേം ഇസ്രായേൽ പലസ്തീനികൾക്കോ അറബികൾക്കോ വിട്ടുകൊടുക്കും. പകരം പലസ്തീനികളും അറബികളും സമ്മതിക്കുകയും സഹകരിക്കുകയും ചെയ്തതനുസരിച്ച് അലക്സ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്തെ ദേവാലയം അവർ നിർമ്മിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അത് നിർമ്മിക്കണമെങ്കിൽ ഇന്നിവിടെ വേറൊരു ദേവാലയം ഉണ്ട്, ദൈവസഭയാകുന്ന ദേവാലയം. അത് മാറാതെ നടക്കത്തുമില്ല. ഒരിക്കൽ കൂടി പറയാം, സഭയാകുന്ന ദേവാലയം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ ആലയം ഇവിടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അടുത്ത് വരാൻ പോകുന്ന ഫേക്ക് ആരാധന ആലയമാ, ദൈവം പ്രസാദിക്കുന്ന ആലയവും അല്ല. അതേ ആന്റി ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ് ചെലുത്തി സമാധാനത്തിന്റെ ഉടമ്പടി ഒരാഴ്ച വട്ടത്തേക്ക് അവൻ പലരോടും ഉടമ്പടി ചെയ്യുമല്ലോ. ആ ഉടമ്പടി പ്രകാരം അറബികളും പലസ്തീനികളും ചേർന്ന് ജെറുസലേം അവർക്ക് കൊടുക്കുകയും പകരം അവിടെ ദേവാലയം നിർമ്മിക്കുവാൻ
അനുവദിക്കുക മാത്രമല്ല അവരെ സഹകരിക്കുകയും ചെയ്യും. ബൈബിളിലെ വാക്യം നമുക്കൊന്ന് നോക്കാം. മേരിക്കുട്ടി സിസ്റ്ററെ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ. പിന്നെ ദണ്ടുപോലുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ക്ലിയർ കട്ട് തെളിവല്ലേ? അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ പിടിച്ചെടുക്കുകയല്ല, ജാതികൾക്കത് കൊടുത്തിരിക്കുന്നു. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അടുത്ത നോക്കണം. പ്രാകാരം മാത്രമല്ല, അവർ വിശുദ്ധ നഗരത്തെ 42 മാസമെന്ന് പറയുന്ന 3.5 വർഷം നടക്കുമെന്നല്ല, ചവിട്ടും. അവരുടെ ചോട്ടടിയിൽ കൊണ്ടുവരും. വളരെ ക്ലിയർ ആയിട്ട് ബൈബിൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈവൻ ഉടമ്പടി ചെയ്യുന്ന അവർക്ക്, ഇസ്രായേലിന് വേറെ യാതൊന്നും വേണ്ട. അവർക്കാരുടെയും പണം വേണ്ട. അവർക്ക് 1 ഇഞ്ച് സ്ഥലം വേറെ ആരുടെയും അവർക്ക് വേണ്ട. ദേ വാണ്ട് ഓൺലി ദെയർ പ്രോമിസ്ഡ് ലാൻഡ്. എല്ലാ രാജ്യക്കാരും അതിർത്തി വലുതാക്കാൻ നോക്കും. ഇവർക്ക് അങ്ങനെ ഒരു പദ്ധതി അവരുടെ പ്രോജക്റ്റിലില്ല. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത രാജ്യം അവർക്ക് മതി സ്ഥലം. അപ്പോൾ അവർക്ക് 2 പണം വേണ്ട, ആരുടെയും 1 ഇഞ്ച് സ്ഥലവും വേണ്ട, വേറൊരു ജാതിക്കാരും വേണ്ട. അവർക്ക് അവരുടെ കൂട്ടരെ, അവർക്ക് ആവശ്യം ആലയത്തെക്കുറിച്ചുള്ള സ്പിരിറ്റ്. ഇത് കൗശലത്താൽ സാത്താൻ മനസ്സിലാക്കി. അവൻ കൗശലക്കാരനാ. പണ്ട് മുതലേ കൗശലമുള്ള അവനറിയാം. ആദാമിന്റെ കളി നടക്കുകയില്ല, അതിനെ അമ്മച്ചിയെ കയറി പിടിച്ചത്. ഇതുപോലെ ഇസ്രായേലിന്റെ ദേവാലയം നിർമ്മിക്കാൻ പറയുമ്പോൾ, ഈ വിധത്തിൽ ദേവാലയം കിട്ടിക്കഴിയുമ്പോൾ, അന്ന് വരെ ഈ 2000 വർഷമായിട്ട് ലോകത്തിലെ ഒരുത്തരാലും സാധിക്കാത്ത ഒരു കാര്യം ഇവർ സാധിച്ചു കൊടുക്കുമ്പോൾ ഇവർ പറയും, നീയാണ് മശിഹ. കർത്താവ് പറഞ്ഞൊരു വാക്യം അവിടെ നിവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യം അന്ന് നിവർത്തിക്കും. വായിക്കാം. യോഹന്നാൻ 5:43. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. നോക്കിക്കേ, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. കർത്താവ് പറഞ്ഞു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, യേശു സ്വർഗത്തിൽ നിന്നും വന്നവനാണെന്ന് 5 കാര്യങ്ങൾ യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് അവരെ വിമർശിച്ചതിന്റെ പേരിൽ ക്രൂശിപ്പിച്ചെങ്കിൽ ഇപ്പോൾ പറയും, നീ തന്നെ മശിഹ. അങ്ങനെ മശിഹയായിട്ട് അവരെ സ്വീകരിക്കുമ്പം ഇവന്റെ പദ്ധതി എന്താ? പഴയ ലൂസിഫർ അല്ലേ, അവന് ദൈവമാകണം. അപ്പൊ ദേവാലയം അവന്റെ ഇൻഫ്ലുവൻസ് പണിതതാ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ ദേവാലയത്തിൽ കയറുന്നു. അതാണ് 2 തെസ്സലോനിയർ 2:4 കാണുന്നത്. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പറയുന്ന സകലത്തിന്മേലും അവനെ തന്നെ വലുതാക്കും. അവന്റെ അൾട്ടിമേറ്റ് പ്ലാൻ ദൈവമാകണം. അവൻ ദേവാലയത്തിൽ കയറിയിരിക്കും. കയറിയിരുന്നിട്ട് ഇന്ന് പ്രൈമറി സ്റ്റേജിൽ നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 3 സിസ്റ്റമാ. ഇന്ന് പ്രൈമറിയാ, അടുത്ത സെക്കൻഡ് വരുന്നു, തേർഡ് ആണ് സൂപ്പർ. അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അവനെ പ്രത്യക്ഷപ്പെടുത്തി ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അതാണ് വെളിപ്പാട് 13:14 പറയുന്നത്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും സംസാരിക്കുന്ന മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം. അതിന്റെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി. ഇന്ന് അതിന്റെ ഏറ്റവും പ്രൈമറി സ്റ്റേജിലാ. എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു. അടുത്ത സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ശാസ്ത്രം പറഞ്ഞ് 3 സ്റ്റേജേ ഉള്ളൂ. 3ആണ് അതിന്റെ സൂപ്പർ സ്റ്റേജ്. സൂപ്പർ സ്റ്റേജിൽ വരുമ്പോൾ ഇവൻ ദേവാലയത്തിൽ പ്രവേശിക്കും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, യാഗങ്ങൾ മുഴുവൻ നിർത്താൻ പറയും. ഐ ആം ദ ഗോഡ്, എന്നെ ആരാധിക്കാൻ പറയും. അപ്പോൾ ഇസ്രായേലിന് മനസ്സിലാകും ചതിവ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വളരെ സ്ട്രോങ് കൽപ്പനയാണ്, നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്, യാതൊന്നിന്റെയും പ്രതിമയെ നമസ്കരിക്കരുത്. ആ സമയത്താണ് നമ്മൾ വെളിപ്പാട് 11:8 കാണുന്ന 2 സാക്ഷികളെ സ്വർഗമയക്കും ഇസ്രായേലിനെ പ്രൊമോട്ട് ചെയ്യാൻ. കാരണം ഇസ്രായേലിനെ കളയാനല്ല, ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് 9ാമത്തെ കാര്യം.
അങ്ങനെ 2 സാക്ഷികൾ വരുന്നു. 2 സാക്ഷികൾ വരുന്ന ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവൻ ദേവാലയത്തിൽ കയറിയിരിക്കും, ഇസ്രായേൽ നിരാകരിക്കും. ആ കോപത്താൽ അവൻ ആ ദേവാലയം ഇടിച്ചും കളയും. വായിക്കാം ദാനിയേൽ 8:11. ദാനിയേലിന്റെ 8:11. ഞാൻ നിർമ്മിച്ച ദേവാലയത്തിൽ എന്നെ ദൈവമാണെന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇടിച്ചു കളയും. വായിക്കാം ദാനിയേൽ 8:11 വായിച്ചേട്ടെ. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അവന്റെ വിശുദ്ധ ദേവാലയം, അവന്റെ ഒത്താശയിൽ നിർമ്മിച്ച ദേവാലയം ഇടിച്ചു കളയും. യഹൂദൻ ചെറുക്കും. യഹൂദൻ ചെറുക്കുമ്പോൾ യഹൂദനെ കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങും. ശക്തമായ പീഡനം. ഇത് 8ാമത്തെ കാര്യം. അടുത്തതാണ് 9ാമത്തെ കാര്യം. 9ാമത്തെ സിസ്റ്റത്തിലേക്ക് വരാൻ പോവുകയാണ്. യഹൂദനെ, അതാണ് ഏറ്റവും പ്രധാനം. 9ഉം 10ഉം സിസ്റ്റമുണ്ട്. 2 കാര്യം. 8ാമത്തെ ഇപ്പോൾ നിലവിലുള്ളത് റാപ്ചറിന്റെ തൊട്ടുള്ള ദിവസങ്ങൾ വരെ ഈ സിസ്റ്റത്തിൽ പോകും. അവൻ ഉടമ്പടി ചെയ്യും, ദേവാലയം കിട്ടും, ഇവർ സന്തോഷിക്കും. പക്ഷെങ്കിൽ ചതിവ് മനസ്സിലാകുന്നത് അവൻ ദൈവമാണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും. സാത്താന്റെ ടെക്നോളജി കണ്ടോ? ഉടനെ അവരെ കണ്ടമാനം ഉപദ്രവിക്കും. അപ്പോഴാണ് തിരുവചനത്തിൽ പറയുന്ന ഗോഗ് മാഗ് എന്ന് പറഞ്ഞ റഷ്യൻ യുദ്ധം. ഒരു 3rd വേൾഡ് വാർ ന്യായമായി ചിന്തിച്ചാൽ ഇന്ന് ഈ ഭൂമിയിൽ സംഭവിക്കത്തില്ല. കാരണം ഇന്ന് 9 രാജ്യങ്ങളുടെ കയ്യിൽ അതിശക്തമായ ആറ്റമായുധങ്ങൾ ഇരിപ്പുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നമുക്കറിയാമല്ലോ, തുടങ്ങി അമേരിക്ക, തുടങ്ങി ജപ്പാൻ. 9 രാജ്യങ്ങളുടെയിൽ ശക്തമായ ആറ്റമായുധം ഇരിപ്പുണ്ട്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ചെറിയ ബോംബുകളാണ് ഇന്നത്തേനോട് അപേക്ഷിച്ച്. ആ ബോംബിന്റെ അന്നത്തെ നശീകരണ ശക്തി 1100 മൈൽ റേഡിയസ് ആയിരുന്നു. 80 വർഷങ്ങൾക്ക് മുമ്പിട്ട ഒരു ബോംബിന്റെ നശീകരണ ശേഷി 1100 മൈലാണെങ്കിൽ ഇന്ന് ഈ ലോകത്തിലെ 8-9 രാജ്യങ്ങൾ ചേർന്ന് വെച്ചിരിക്കുന്ന ആറ്റം ബോംബുകളെല്ലാം കൂടി ഇട്ടാലുള്ള കളി നിങ്ങളൊന്ന് ഓർത്തേ, ചിന്തിച്ചേ. ഒരു 3rd വേൾഡ് വാർ ഉണ്ടാകുകയാണെങ്കിൽ ഈ 9 രാജ്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീരൂ. അങ്ങനെയാണെങ്കിൽ ഈ 9 രാജ്യങ്ങളും ഒറ്റ കൈത് പ്രയോഗിച്ചാൽ ഒരു ബോംബ്, ചെറിയ ബോംബ്, അമേരിക്കക്കാർ അതിനിട്ടുന്ന പേര് ലിറ്റിൽ ബോയ് എന്നാ, 1100 മൈൽ റേഡിയസിൽ നാശം വിതച്ചതാണെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ 10 മടങ്ങാണ്. ആരും വെളിപ്പെടുത്തുന്നില്ല അതിന്റെ റേഡിയസ് വ്യാപ്തി. പക്ഷെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി, 9 രാജ്യങ്ങൾ ചേർന്ന് അടിച്ചാൽ ഈ ഭൂമി കത്തി ചാമ്പലാവും. പക്ഷെ ദൈവം ഈ ഭൂമി അങ്ങനെ നശിപ്പിക്കാനല്ല പദ്ധതി ഇട്ടിരിക്കുന്നത്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമി കത്താൻ പോകുന്നത് അന്ത്യന്യായ വിധി കഴിയുമ്പോൾ. വെളിപ്പാട് പുസ്തകം 20:8 കാണാം ഈ ഭൂമി കത്താൻ പോകുന്നത്. ഈ ഭൂമി കത്തും. പത്രോസ്ലീഹ പറഞ്ഞു, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. മൂലപദാർത്ഥങ്ങൾ, അതായത് യുറേനിയം, അകത്തെ യുറേനിയം കത്തും. ഈ ഭൂമിയുടെ 2 ഭാഗം വെള്ളമാണല്ലോ. വെള്ളം എന്ന് പറയുന്നത് H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അന്ന് ഹൈഡ്രജനിൽ നിന്ന് ദൈവം ഓക്സിജനെ വേർപെടുത്തുമ്പോൾ ഹൈഡ്രജന്റെ ക്യാരക്ടർ തന്നെ കത്തും. അങ്ങനെ കത്തുന്നതോടൊപ്പം സോദോം ഗോമോറയിൽ നിന്ന് സ്പ്രേ ചെയ്ത കന്തകം സ്പ്രേ ചെയ്തുപോലെ വെളിപ്പാട് 21:8 പറയുന്നു, ആകാശത്തിൽ നിന്ന് തീ ഇറക്കും. അങ്ങനെ ഈ ഭൂമി കത്തിക്കാൻ ആ ദൈവത്തിന്റെ പദ്ധതി. അതിനു മുൻപ് ഒരു 3rd വേൾഡ് വാർ ഉണ്ടായി. ഈ ഭൂമി കത്തിച്ചാൽ ഉള്ള വിഷയം, ഈ ഭൂമിയിൽ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതൊന്നുണ്ട്. തന്റെ രക്തം കൊണ്ട്, പുത്രന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഇന്നൊരക്ഷരീക ശരീരത്തിൽ ഇവിടെ ഉണ്ട്. ദൈവസഭ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ദൈവസഭ ഈ ഭൂമിയിലുള്ളത് ഇങ്ങനെ ഭൂമി തീയിട്ട് കത്തിക്കരിഞ്ഞ് ചാരമാക്കാനല്ല. തമ്പുരാന്റെ പരിപാടി എന്നെയും നിങ്ങളെ തേജസ്സോടെ കൊണ്ടുപോകാനാ. ഈ 2 കാരണങ്ങളാൽ ഇപ്പോൾ ഈ യുദ്ധം നടക്കത്തില്ല. എന്നാൽ സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. അതാണ് യെഹെസ്കേൽ 38:5 പറഞ്ഞിരിക്കുന്ന യുദ്ധം. യെഹെസ്കേൽ 30, അതാണ് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് സോവിയറ്റ് റഷ്യ കയറി വരുന്നു. 38 യെഹെസ്കേൽ 38 കാണുന്നതാണ് ആ യുദ്ധം. ആ യുദ്ധത്തിൽ സോവിയറ്റ് റഷ്യയുടെ 3 കൂട്ടർ ചേരും. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞു. വായിക്കാം യെഹെസ്കേൽ 38:5. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാഴ്സികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും അറിയാവോ? പാർസികൾ, പേർഷ്യ, പഴയ പേർഷ്യയുടെ പേരാണ് പാർസികൾ.
പഴയ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. അപ്പോൾ ഇറാൻ ചേരും, 2 ആഫ്രിക്കൻ രാജ്യവും കൂടെ ചേരും, കൂശ്യരും പൂത്യരും. കേട്ടുകൊള്ളുക, ഈ 3 പേരും ചേരുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഇറാൻ എന്തുകൊണ്ട് ചേരും? അതാണ് ഇപ്പോൾ കാരണം കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇറാൻ ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടു. ഇറാൻ ഒരു അറബിക് രാജ്യമല്ല, ഒരു മുസ്ലിം കൺട്രിയാ. ഇപ്പോൾ ഇറാൻ ഒറ്റപ്പെട്ടു. ഈ യുദ്ധത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ. ഒരിക്കലും ഇറാൻ തീരാൻ പോകുന്നില്ല. വചനപ്രകാരം ഇറാന് ഭയങ്കരമായ മാന്ദ്യം വരും. ഇറാന് മാന്ദ്യം വരിക മാത്രമല്ല, ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സപ്പോർട്ട് ആവശ്യമാണ്. ആര് സപ്പോർട്ട് ചെയ്യും? ഇപ്പോൾ ഈ 9 ഗൾഫ് രാജ്യങ്ങളെയും കയറി അടിച്ചുകൊണ്ട് ഇനി അവരെ അടുക്കത്തില്ല, അവരെ ആത്മാർത്ഥമായിട്ട് അടുക്കത്തില്ല. ഒന്നാമത് ഇതൊരു മുസ്ലിം കൺട്രി, മറ്റത് അറബിക് കൺട്രീസ്, അവരടുക്കത്തില്ല. പിന്നെ അവർക്കുള്ളത് ചൈനയാണ്. ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ അത് മനസ്സിലായി. ചൈനയുടെ ആയുധത്തിന്റെ ഗുണമേന്മ ഇപ്പോൾ അവർ രുചിച്ചു, ശരിയാകുകയില്ലെന്ന്. പിടിച്ചു നിൽക്കത്തക്കവണ്ണം കെൽപ്പുള്ള സാധനമല്ല ചൈനയുടെ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെയുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരു നല്ല ശക്തിയാണ്, ഇറാന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെങ്കിൽ ഒരിക്കലും ഇസ്രയേലിനെ കൈവിട്ട് ഇന്ത്യ കയറത്തില്ല. എല്ലാ കാലത്തും ഇന്ത്യക്ക് ഇറാനോടും നല്ല ബന്ധമാണ്. പക്ഷെങ്കിൽ ഇറാന്റെ ദേശനയത്തിന്റെ മേന്മയതാ ഇന്ത്യയുടെ. പക്ഷെ ഇസ്രയേലിനെ കൈവിട്ടവർ പോകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇറാനെ ആശ്രയിക്കാവുന്ന ഏക പോംവഴി റഷ്യയായിട്ട് മാറുന്നു. ഇപ്പം വ്യക്തമായോ? അവനോട് ചേർന്ന് ഇറാൻ, പേർഷ്യന്റെ ആഫ്രിക്കയിലെ 2 രാജ്യങ്ങൾ, ഇത് 3ഉം കൂടെ ചേരും. എന്നാൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാം, യുദ്ധം മുറുകിക്കഴിയുമ്പോൾ നാശം വരുന്നത് ബൈബിൾ പഠിച്ചാൽ കാണാം റഷ്യയ്ക്ക. അതിന്റെ അർത്ഥം തുടങ്ങുമ്പോൾ പൂത്യർ, കൂശ്യർ, ഈ 2 രാജ്യങ്ങൾ, എത്യോപ്യയും പിന്നെ ഒന്ന് മധ്യ ആഫ്രിക്കയാ, ഇറാനും ചേരുമെങ്കിലും ആ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ നാശം വരുന്നത് റഷ്യയ്ക്ക. അതിന്റെ അർത്ഥം ഈ 3 രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെ നശിക്കത്തില്ല, അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. ഈ യുദ്ധത്തിന്റെ മുൻകൂർ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യൻ യുദ്ധം. ഞാൻ ഒരിക്കലത് പറഞ്ഞതെങ്കിലും ഇപ്പോൾ അത് പറയുന്നത് കുറച്ചുകൂടെ പ്രസക്തിയേറും. 1.5-2 വർഷമായിട്ടില്ലേ യുദ്ധം നടക്കുന്നു. ഒരു കുഞ്ഞു രാജ്യമായ ഉക്രൈൻ, ഒരു വലിയ രാജ്യമായ റഷ്യ. എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ തീർക്കുന്നില്ല? വളരെ ചെറിയൊരു രാജ്യമായ ഉക്രൈൻ. റഷ്യ ഒരു ബൃഹത് രാജ്യം, ലോകത്തിന്റെ അടുത്ത ശക്തിയാ. പക്ഷെ നടക്കത്തില്ല, തീരത്തില്ല. റഷ്യക്ക് യഥാർത്ഥത്തിൽ ഉക്രൈൻ വേണ്ട. അത് ഉക്രൈൻ എന്ന് പറയുന്നതും റഷ്യ ഞാനതിവിടെ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ പറയാം. ബോൾഷെവിക് വിപ്ലവം കഴിഞ്ഞ് യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നവീന ആശയങ്ങളുമായി റഷ്യ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഉക്രൈൻ. ഉക്രൈന്റെ പുരാതന ചരിത്രം പഠിച്ചാൽ അവർ പുരാതന ഇറാനിൽ നിന്നും കുടിയേറി പാർത്തവരും ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുള്ള സ്ഥലവും വിശ്വാസ സ്നാനം വളരെ ഭംഗിയായി ഗവൺമെന്റിന്റെ ഒത്താശയോടെ നടക്കുന്ന രാജ്യമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ഏറ്റവും അധികം യഹൂദന്മാരെ സംരക്ഷിച്ച സ്ഥലമാണ് ഉക്രൈൻ. ഇന്ന് അതിന്റെ പ്രസിഡന്റ് ഒരു യഹൂദനാണ്. നിങ്ങൾക്കറിയാവല്ലോ, സെലൻസ്കി. പണ്ട് ഹാമാനോട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഉപദേശം പറഞ്ഞു, നീ എത്ര കളി കളിച്ചാലും നീ മൊർദെഖായിയെ ജയിക്കത്തില്ല, കാരണം അവൻ യഹൂദനാ. അത് തന്നെയാ ഇവിടെയും. ഈ സോവിയറ്റ് റഷ്യ ഇപ്പോൾ കൊറിയക്കാരുടെ പട്ടാളം വരെ ഇറങ്ങിയിട്ടുണ്ട് സോവിയറ്റ് റഷ്യയെ സഹായിക്കാൻ. എന്നാൽ സോവിയറ്റ് റഷ്യ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? സോവിയറ്റ് റഷ്യയ്ക്ക് വാസ്തവത്തിൽ ഈ ഉക്രൈൻ അല്ല വേണ്ടിയത്. അവരുടെ ലക്ഷ്യം ബ്ലാക്ക് സീ, കരിങ്കടല. 2014 ഇന്നേക്ക് 12 വർഷം മുമ്പ് അവർ പറഞ്ഞൊരു വാർത്ത ഈ അമേരിക്കയിലെ പത്രങ്ങൾ വരെ വന്ന് ഞാൻ വെട്ടിയെടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. 2014 റഷ്യ പറഞ്ഞു 2024-25 ആകുമ്പോൾ ഞങ്ങൾ പുതിയ 80 ആറ്റമിക് വെസലുകൂടി കപ്പലുകളിലൂടെ നിർമ്മിച്ച് ഞങ്ങളുടെ ആറ്റമിക് വെസലുകളെല്ലാം ഞങ്ങൾ ബ്ലാക്ക് സീയിൽ കേന്ദ്രീകരിക്കും. എന്താണ് ബ്ലാക്ക് സീയുടെ പ്രത്യേകത എന്നറിയാമോ? ബ്ലാക്ക് സീയുടെ പടിഞ്ഞാറ് വശം മുഴുവൻ യൂറോപ്യൻ നാറ്റോ സഖ്യത്തിന്റെ കയ്യിലാ. റഷ്യക്ക് എപ്പോഴും പേടിയാ നാറ്റോ കയറി പിടിക്കുവോ. ഈ ബ്ലാക്ക് സീയുടെ കിഴക്ക് വശം പൂർണ്ണമായിട്ട് റഷ്യയുടെ കയ്യിലാ. ബ്ലാക്ക് സീയുടെ വടക്ക് വശം മുഴുവൻ ഉക്രൈന്റെ കയ്യിലാ. അതിന്റെ ജോഗ്രഫി പഠിച്ചാൽ ഈ ബ്ലാക്ക് സീയുടെ തെക്ക് വശം 2 ദുർബല രാജ്യമാണ്, സിറിയ, ടർക്കി. ഈ 2 രാജ്യങ്ങളെ ഉള്ളൂ.
കിഴക്ക് വശം മുഴുവൻ സോവിയറ്റ് റഷ്യയുടെ കയ്യിലാ. ഈ ബ്ലാക്ക് സീ അവർ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് സീയിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉക്രൈനിന്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ അതിന് ഉക്രൈനിൽ ഇവർക്ക് ഇൻഫ്ലുവൻസ് വേണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ അറേബ്യൻ കടലിൽ ഇന്ത്യ ഗവൺമെന്റിനെ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തണമെങ്കിൽ അതിന് ബീഹാറുകാരെ കൊണ്ടോ പഞ്ചാബിന്റെയോ ഒന്നും സപ്പോർട്ട് വേണ്ട. അതിന് വേണ്ടത് കേരളത്തിന്റെയോ ഗോവയുടെയോ സപ്പോർട്ട് മതി, അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ. അതാണ് ആ അറേബ്യൻ തീരത്തുള്ള ഗുജറാത്ത് തീര സ്ഥലങ്ങളാണ് അറേബ്യൻ തീരത്തുള്ള. ഇതുപോലെ ഉക്രൈന് വേണ്ടത് ബ്ലാക്ക് സീ നിയന്ത്രിക്കാനാ. വളരെ വ്യക്തമായിട്ട് എഹെസ്കേൽ പ്രവചനം 38:8 പറയുന്നുണ്ട്, നീ മഴക്കോൾ പോലെ വരും. എത്ര കറക്റ്റാന്ന് നോക്കിക്കേ. ആ പ്രവചന ഭാഷ എഹെസ്കേലിന് 2600 വർഷം മുമ്പ് കൊടുത്തതാ. നീ മഴക്കോൾ പോലെ കയറി വരും. മഴക്കോൾ വരുന്നത് നമുക്കറിയാം, ആകാശത്തിൽ കൂടിയല്ലേ മഴക്കോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ മഴക്കോളാണ് ഇന്ന് സകല കുഞ്ഞുങ്ങൾ വരെ പറയുന്ന മിസൈല്. നീ മിസൈൽ അയക്കുമെന്ന്. മിസൈൽ അയക്കണമെങ്കിൽ ബ്ലാക്ക് സീയിൽ നിന്നും 800 മൈലാണ് ജെറുസലേമിലേക്കുള്ള ദൂരം. ബ്ലാക്ക് സീയുടെ തെക്ക് വശത്ത് ടർക്കി, സിറിയ, അത് കഴിഞ്ഞാൽ പലസ്തീൻ, ഇസ്രയേലാണ്. ജെറുസലേം സോവിയറ്റ് റഷ്യയുടെ ഇരിക്കുന്ന മിസൈല് ഒരെണ്ണം വിട്ടാൽ 1 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് ബ്ലാക്ക് സീയിൽ നിന്ന് വിട്ടാൽ അവിടെ വരും. അതിനാണ് ഈ ബ്ലാക്ക് സീ പിടിച്ചെടുക്കാനായിട്ടാണ് അവർക്ക് ഈ വ്യഗ്രത. അല്ലാതെ ഉക്രൈനിലെ സ്ഥലമല്ല അവർക്ക്. ആ യുദ്ധം നടക്കുമ്പോൾ കർത്താവിന്റെ വരവിന് ശേഷം സഭ എടുക്കപ്പെട്ട് കഴിച്ചപ്പോൾ ഈ യുക്രൈനെ ഏതെങ്കിലും വിധത്തിൽ വിടർത്തിക്കൊണ്ട് ബ്ലാക്ക് സീ ഇപ്പോൾ ബ്ലാക്ക് സീയുടെ നല്ല ഭാഗം അവരുടെ കയ്യിലായി. ബ്ലാക്ക് സീ മുഴുവൻ കയ്യിലെടുക്കും. ഇവരുടെ മിലിറ്ററിയെ കൊണ്ട് അവിടെ അടുപ്പിക്കും. ഇസ്രയേലും എതിർ ക്രിസ്തുവുമായിട്ട് തെറ്റിക്കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത കക്ഷിയായിരിക്കും ആരെ? സോവിയറ്റ് റഷ്യ. ഞാൻ ബൈബിളാ പഠിപ്പിക്കുന്നത്, പറയുന്നതല്ല. ഇന്നത്തെ ചരിത്രമോ പക്ഷമോ അല്ല. എഹെസ്കേൽ 38 യുദ്ധത്തിന്റെ കാര്യമാണ്. ഗോഗ് മാഗോഗ് നമുക്കറിയാം. ഉൽപ്പത്തി 10 കാണാം. ഷേം, ഹാം, യാഫത്തിന്റെ മക്കളാണ് ഗോഗ്. മേശക്ക് എന്ന് പറയുന്നത് മോസ്കോയാണത്, അറിയാമല്ലോ. അപ്പൊ സോവിയറ്റ് റഷ്യ എതിർ ക്രിസ്തുവിന്റെ മുഖ്യ കക്ഷിയായി കഴിയുമ്പോൾ ഇവിടുത്തെ യഹൂദൻ അവനോട് ചെറുക്കുമ്പോൾ യഹൂദനെ തകർക്കുവാൻ എതിർ ക്രിസ്തു അവന്റെ പടയെ അയക്കുന്നതോടൊപ്പം കണ്ണ് കാണിക്കും. സോവിയറ്റ് റഷ്യയോട് പറയും കയറി പിടിക്കാൻ. അതാണ് എഹെസ്കേൽ 38 പറയുന്നത്. നീ ഒടുക്കം കയറി വരും. എവിടെ? നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാത്തത് നമ്മുടെ സമയം തീരുന്നത് കൊണ്ടാണ്. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന. ഒന്ന് വായിച്ചേ. 37:7 മുതൽ 38:7 മുതൽ ഒന്ന് വായിക്കാം. ആ യുദ്ധത്തിന്റെ ടൈമിംഗ് ശരിക്കും നമുക്ക് പഠിക്കാം. 38:7 മുതൽ. എഹെസ്കേൽ 38:7 മുതൽ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്ക. നീ അവർക്ക് മേധാവി. അടുത്ത വാക്യം കേട്ടു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. പതുക്കെ വായിക്കണമേ. വാളിനൊഴിഞ്ഞു പോകുന്ന പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഒരൊറ്റ രാജ്യമേ ഇന്ന് ലോകത്തിലുള്ളൂ, ഇസ്രായേൽ. നീ ഒടുക്കം വരും. അത് നിന്റെ ഒടുക്കം. അടുത്തത് കേട്ടോ, ടൈമിങ്ങാ. അടുത്തത് കേട്ടോണം. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ഇത് എപ്പോൾ യുദ്ധം നടക്കുന്ന? നിരന്തര ശൂന്യമായി കിടക്കുന്നതല്ല, കിടന്നിരുന്ന. ഫാസ്റ്റ് ടെൻസ്. അടുത്ത വായിച്ചേ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. 1948 വരെ അവർ നിരന്തര ശൂന്യമായി കിടന്നിരുന്നു. അപ്പോൾ ഈ യുദ്ധം 1942 രാഷ്ട്രമായി. അതിനുശേഷം എപ്പോൾ അവർ നിർഭയം വസിക്കും, എതിർ ക്രിസ്തുവുമായിട്ട് ഉടമ്പടി ചെയ്യും. ഞാനിവിടെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ആന്റി ക്രൈസ്റ്റ് ആരാണ്? ഒരു യഹൂദന്റെ ജീന, ഒരു ദാൻ ഗോത്രക്കാരനാ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് പ്രവചിച്ചില്ലേ, ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. അപ്പോൾ ഒരു ദാൻ ഗോത്രക്കാരൻ, സർപ്പം സാത്താന്റെ പ്രതീകം. അപ്പോൾ ഒരു യഹൂദന്റെ ജീൻ ഉള്ളവൻ ലോകത്തിന്റെ നേതാവായി വരുമ്പോൾ അവർ നിർഭയം വസിക്കും. അപ്പോഴാണ് ഈ യുദ്ധം. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് സഭ എടുക്കപ്പെട്ട ശേഷം. ഈ യുദ്ധത്തിൽ സോവിയറ്റ് റഷ്യ തകർന്ന് തരിപ്പണമാകും 3 കാരണത്താൽ. ഞാൻ പറഞ്ഞല്ലോ, ഇറാനും ആഫ്രിക്കൻ രാജ്യങ്ങളും പുറകോട്ട് പോകും. കാരണം അവർ നശിക്കുന്നതായിട്ട് അവിടെ പറയുന്നില്ല.
ആ രാജ്യത്തെ ക്ഷതം വരുന്നില്ല. 38-ന്റെ 19, 20, 21 വാക്യത്തിൽ കാണാം. 3 വിധത്തിൽ തീരും. 38-ന്റെ 19 വായിച്ചേ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പമുണ്ടാകും എന്ന് ഞാൻ. സോവിയറ്റ് റഷ്യയുടെ കരയാർമി ചെന്ന് ഇസ്രായേലിനെ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ അതിശക്തമായി എർത്തുകേക്ക് അയക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ജെറുസലേമിൽ ഏതു സമയത്തും അതിശക്തമായ എർത്തുകേക്കിന് സാധ്യതയുണ്ട്. 2 കാരണത്തിനാ. 1, ഈ ആർമിയെ നശിപ്പിക്കാൻ. 2, ഞാനും നിങ്ങളും കർത്താവുമായി ഒലിവുമലയിൽ വരണമെങ്കിൽ അത് 2ആയിട്ട് കീറി മാറണം. ഈ 2 കാരണങ്ങളാൽ ശക്തമായ എർത്തുകേക്ക് ഉണ്ടാകും. ആ എർത്തുകേക്കിൽ ആർമി നശിക്കും. 2-ാമത്തെ കാര്യം 21-ാമത്തെ വാക്യമാണ്. കാരണം റഷ്യയുടെ കൂടെ കൂടിയ ഈ ഇറാനും ആഫ്രിക്കൻ രാജ്യങ്ങളും മാറിക്കഴിയുമ്പോൾ ഈ റഷ്യൻ പട്ടാളത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. 21-ാം വാക്യം വായിക്കാം. 21-ാം വാക്യം. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത വാക്യം. ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. 2-ാമത് കൺഫ്യൂഷൻ, തമ്മിലടിക്കും. അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എർത്തുകേക്ക് അതിനൂടെ കൂടെ ഉണ്ടായിരുന്ന 2 കക്ഷികൾ മാറി ആശയക്കുഴപ്പം ഉണ്ടാകും. അങ്ങനെ തീരും. ഒടുവിലത്തെ നോക്കിക്കോണോ സോവിയറ്റ് റഷ്യക്ക് ദൈവം നേരിട്ട് നടത്തുന്ന ആക്ഷൻ. 22-ാമത്തെ വാക്യം വായിക്കാം. 22-ാമത്തെ വാക്യം. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. അടുത്ത വാക്യം. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഇത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി. അവർ ഈ സമുദ്ര ഗവേഷണങ്ങൾ നടത്തി എല്ലാ കടലുകളും പരിശോധിച്ചു. റിസർച്ച്, ഓഷ്യാനോളജി, അറേബ്യൻ കടൽ, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം എല്ലാം ഇങ്ങനെ പരീക്ഷിച്ച് ഒടുവിൽ ഈ ബ്ലാക്ക് സീൽ ചെന്ന് അവിടെ പരീക്ഷണം നടത്തിയപ്പോൾ ഒരു അത്ഭുതം. ബ്ലാക്ക് സീയിൽ മാത്രം ഉപരിതല മത്സ്യങ്ങളെ ഉള്ളൂ, ആഴക്കടൽ മത്സ്യങ്ങളില്ല. അത് അവർക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി. നമ്മുടെ എല്ലാം കടലിനകത്ത് ആഴക്കടൽ മത്സ്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലതും അതാ. ഈ ഉപരിതല മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞ ചെറിയ മത്സ്യങ്ങളാണ്. ആഴക്കടൽ മത്സ്യങ്ങളാണ് വലുത്. ഈ ബ്ലാക്ക് സീയിൽ ആഴക്കടൽ മത്സ്യങ്ങളില്ല. ഇതെന്താണെന്നറിയാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മർമ്മം അവർക്ക് പിടികിട്ടി. ഈ ബ്ലാക്ക് സീയുടെ അടിയിൽ 1 അല്ല 2 അല്ല, അവർ പറയുന്നത് 100ഓളം സജീവ വൾക്കാനോസ് റെഡിയായിട്ട് നിൽക്കുകയാ. പൊട്ടാൻ 100ഓളം അഗ്നിപർവ്വതങ്ങൾ ഇതിന്റെ അടിയിൽ റെഡിയായിട്ട് നിൽക്കുക, സൾഫറുമായിട്ട്. മർദ്ദവ്യത്യാസം വന്നാൽ മതി, അത് പൊട്ടും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മത്സ്യങ്ങൾ, ആഴക്കടൽ മത്സ്യങ്ങൾ അവിടെ ഇല്ല. അവിടുത്തെ പ്രഷറിനകത്ത്, അവിടുത്തെ ഓളത്തിനകത്ത്, അവിടുത്തെ കെമിക്കലിനകത്ത് വ്യത്യാസമുള്ളതിനാൽ ആഴക്കടൽ മത്സ്യങ്ങളില്ല. കാരണം അത് എപ്പം വേണമെങ്കിലും പൊട്ടാമെന്നാ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഞാൻ തീ അയക്കും. ഈ അഗ്നിപർവ്വതം ഒന്നിച്ചങ്ങോട്ട് പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ തീ ആകാശത്തിലേക്ക് വരും. ആ തീ കിഴക്കോട്ടാണല്ലോ കാറ്റ്, അടിക്കും. അങ്ങനെ ആ രാജ്യം കത്തും. അങ്ങനെ കത്തുമ്പോൾ ആ സോവിയറ്റ് റഷ്യ തീരും. ഈ സമയത്താണ് ഈ ആക്രമണത്തിന്റെ ഭയങ്കരമായി ഇസ്രായേലിന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വരും. വായിക്കാം. വെളിപ്പാട് 12:14. ഇസ്രായേലിന്റെ 9ാമത്തെ സിസ്റ്റം ഇതാണ്. ഇപ്പോൾ 8ആണ്. 9ാമത്തെ സിസ്റ്റം ഒന്ന് വായിക്കാം. വെളിപ്പാട് 12:14. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അതിക്രൂരമായ എതിർക്രിസ്തുവിന്റെ പീഡനം, സോവിയറ്റ് റഷ്യയുടെ ആക്രമണം, ദേവാലയം നഷ്ടപ്പെട്ടു, രക്തച്ചൊരിച്ചിൽ, ആരും സഹായിക്കാനില്ല. ലോകത്തിലെ രാജ്യങ്ങളെല്ലാം എതിർക്രിസ്തുവിന്റെ ചേരിയിൽ നിൽക്കും. ഈ സമയത്ത് ആരും ഇല്ലാതിരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ദൈവിക നിർണയപ്രകാരം മരുഭൂമിയിലേക്ക്, പലസ്തീന് തെക്കുള്ള മരുഭൂമിയിലേക്ക് ഓടിപ്പോകണം. അവർ എവിടെയൊക്കെയാ പോകുന്നത് നമുക്ക് നാളെ ചിന്തിക്കാം. അവിടെ അവളെ 3.5 വർഷം പോറ്റി സംരക്ഷിച്ചു. അതിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഹമാസ് ഇസ്രായേൽ യുദ്ധമുണ്ടാകുന്നു. ഹിസ്ബുള്ളയും ഹമാസുമായിട്ട് ഇസ്രായേൽ നിരന്തര യുദ്ധം അടിക്കുന്നു, മിസൈൽ അടിക്കുന്നു.
ഏതെങ്കിലും ഒരു അറബി രാജ്യം ഇസ്രായേലിനെതിരായിട്ട് ശബ്ദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 948 ശേഷം ഈ 2 പതിറ്റാണ്ട് ഇസ്രായേൽ ഒരു ജാതിയാകാതിരിക്കാൻ മുടിക്കണമെന്ന് പറഞ്ഞവർ അവരുടെ സമീപനം മാറിയത് കണ്ടോ? ഇസ്രായേലും അവരുമായിട്ട് നല്ല ബന്ധത്തിൽ വന്നത് കണ്ടോ? ആരെങ്കിലും ഇത് ചിന്തിച്ചതാണോ? ഇസ്രായേൽ എന്ന പേര് പറഞ്ഞതിന് ഞാൻ കേട്ടിരിക്കുന്നത് 970 സൗദി അറേബ്യയിൽ ഒരു നേഴ്സ് പെങ്കൊച്ചിനെ എക്സിറ്റ് അടിച്ച് ബോംബെ കയറ്റി വിട്ടതാ ആ പേര് പറഞ്ഞതിന്. ഇസ്രായേൽ പോയ ഒരൊറ്റ വ്യക്തിക്ക് ഗൾഫിൽ ജോലി കിട്ടത്തില്ലായിരുന്നു, ഇവിടെ ഇറക്കത്തില്ലായിരുന്നു. പലരും നമ്മുടെ മലയാളികൾ ഇവിടെയുള്ളവർ അവിടെയുള്ളവരെല്ലാം പോയ ഒറിജിനൽ പാസ്പോർട്ട് ഇസ്രായേലിന് എൻട്രിക്ക് കൊടുക്കാതെ യോർദാനിൽ സറണ്ടർ ചെയ്തിട്ട് അവിടെ നിന്ന് കൂപ്പൺ മേടിച്ചാ പൊക്കൊണ്ടിരുന്നത്. കാരണം ഇസ്രായേൽ എൻട്രി ഉണ്ടെങ്കിൽ ഗൾഫിൽ എൻട്രി ഇല്ല. ആ സിസ്റ്റം മാറി ഗൾഫിലെ രാജ്യങ്ങളിൽ ഉടനീളം ഇസ്രായേൽ സ്ഥാനാപതിമാരും ഇസ്രായേൽ ഫ്ലൈറ്റും വന്ന് രമ്യതയിലേക്കുണ്ട്. ദൈവത്തിന്റെ വചനത്തിനും മാറ്റമില്ല. ഇവളെ 3.5 വർഷത്തോടെ സംരക്ഷിക്കും. മഹോദ്രവത്തിൽ സംരക്ഷിക്കുമ്പം ഇവര് ബുദ്ധിമാന്മാരാ, ഞങ്ങളെ ആര് സംരക്ഷിച്ചതിന്റെ കാരണം എന്താ എന്നൊരു ചിന്ത വരും. 9ാമത്തെ കാര്യം, 10ാമത്തെ കാര്യവും തുടർന്ന് സഭയുടെ കാര്യവും നമുക്ക് നാളെ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.